നെഹ്റു ഫാമിലിയിലെ ഏറ്റവും ടവറിംഗ് ലീഡർ എന്ന് പറഞ്ഞാൽ ജവഹർലാൽ നെഹ്റു തന്നെയാണ്. അപ്പോൾ അതിനുശേഷം ഇന്ദിരാഗാന്ധി അതിൻ്റെ നേതൃത്വത്തിലേക്ക് വരുന്നു, കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലേക്ക് വരുന്നു, രാജീവ് ഗാന്ധി വരുന്നു, പിന്നീട് സോണിയാഗാന്ധി വരുന്നു, ഇപ്പോൾ രാഹുൽ ഗാന്ധിയുടെ കയ്യിലെത്തിയിരിക്കുകയാണ്. ഓക്കെ, ഈ ആളുകളിൽ നെഹ്റു കഴിഞ്ഞാൽ ഒരുപക്ഷെ ഏറ്റവും സെക്യുലറായിട്ടുള്ള ലീഡറാണ് സോണിയാഗാന്ധി. അത് പറയാനുള്ളൊരു കാരണം, ഇപ്പോൾ ഇന്ദിരാഗാന്ധിയുടെ കാലത്താണ് കോൺഗ്രസ് ഇന്ദിരാഗാന്ധി RSSുമായി എൻഗേജ് ചെയ്യുന്നത് അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം. അപ്പോൾ അടിയന്തരാവസ്ഥ കാലത്ത് RSSകാരെ ജയിലിലിടരുത് എന്ന് പറഞ്ഞുകൊണ്ട് RSSകാർ തന്നെ ഇന്ദിരാഗാന്ധിയുടെ പോയി നിവേദനം കൊടുത്തിട്ടുണ്ട്, ഞങ്ങൾ അടങ്ങി ഒതുങ്ങിയിരുന്നോളാം, ഞങ്ങൾ പുറത്തിടണം എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ RSSുമായി അങ്ങനെ ഒരു എൻഗേജ്മെൻറ്റ് ഇന്ദിരാഗാന്ധി നടത്തിയിട്ടുണ്ട്. പിന്നീട് രാജീവ് ഗാന്ധി രാഷ്ട്രീയത്തിലേക്ക് വരുമ്പോൾ രാജീവ് ഗാന്ധിയോട് ഇന്ദിരാഗാന്ധി കൊടുക്കുന്ന ഉപദേശമാണ് RSSനെ ഉപയോഗിച്ചോളൂ, പക്ഷേ സൂക്ഷിക്കണം, അവന്മാർ പ്രശ്നക്കാരാണ് എന്ന് പറഞ്ഞുകൊണ്ട്. നമുക്കറിയാം ഇന്ദിരാവധത്തിന് ശേഷം നടന്ന തെരഞ്ഞെടുപ്പിൽ RSS പരസ്യമായി കോൺഗ്രസിനെ സപ്പോർട്ട് ചെയ്തതാണ്. കോൺഗ്രസ് ഏറ്റവും കൂടുതൽ സീറ്റ് നേടുന്നത് പോലും RSS സപ്പോർട്ട് കൂടിയാണ്. അപ്പോൾ അതിൻ്റെ കഥകൾ മറ്റേ റഷീദ് കിദ്വായുടെ പുസ്തകത്തിലുണ്ട്, 24 അക്ബർ റോഡ്. അതിൽ വിശദമായിട്ട് പറയുന്നുണ്ട് എങ്ങനെയാണ് രാജീവ് ഗാന്ധി RSSന് ദൂതനെ അയച്ചത്. അപ്പോൾ ഈ RSSുമായിട്ടുള്ള സമീപനത്തിൽ ഇന്ദിരാഗാന്ധിയെ ചോദ്യം ചെയ്തുകൊണ്ടാണ് യഥാർത്ഥത്തിൽ സോണിയാഗാന്ധിയുടെ രാഷ്ട്രീയ പ്രവേശനം. സോണിയ ഒരു വീട്ടമ്മയായിരിക്കെ തന്നെ ഇത് ശരിയായ ഇടപാടല്ലല്ലോ എന്ന് ഇന്ദിരാഗാന്ധിയോട് സോണിയാഗാന്ധി ചോദിച്ചു എന്നാണ് റഷീദ് കിദ്വായി അതിൻ്റെ പുസ്തകത്തിൽ പറയുന്നത്. അപ്പോൾ ഇന്ദിരാഗാന്ധിയുടെ മറുപടി പ്രൈം മിനിസ്റ്റേഴ്സ് ഡിസൈഡ് എന്ന് പറയുന്ന പുസ്തകത്തിലും ഈ വിഷയം വിശദമായ പരാമർശങ്ങളുണ്ട്. യെസ്. അപ്പോൾ അതിന് സോണിയയോട് ഇന്ദിര കൊടുക്കുന്ന മറുപടി, നീ ഒരു ഹൗസ് വൈഫ് അല്ലേ, ഇത്രയും ഭാരിച്ച കാര്യങ്ങൾ അന്വേഷിക്കുന്നു എന്നാണ് ചോദിച്ചത്. പക്ഷേ അവിടെ മുതൽ ബാബരി മസ്ജിദിൻ്റെ തകർച്ച വരെയുള്ള വിഷയങ്ങളിൽ സോണിയാഗാന്ധിക്ക് അതിശക്തമായ അഭിപ്രായങ്ങളുണ്ടായിരുന്നു. അവരത് ഇൻസൈഡ് അവരുടെ വീടിനകത്തും അതുപോലെ കോൺഗ്രസ് പാർട്ടിയിലെ പലരോടും അവരത് പ്രകടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അത്ര ശുദ്ധമായ സെക്യുലർ സ്റ്റാൻസ് ഉള്ളൊരു രാഷ്ട്രീയ നേതാവാണ് സോണിയാഗാന്ധി. അതൊക്കെ ഏറ്റവും അവസാനത്തെ ഉദാഹരണം. അപ്പോൾ പിന്നീട് രാജീവ് ഗാന്ധിയുടെ വധത്തിന് ശേഷം അവരോട് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തേക്ക് വരണമെന്ന് പറഞ്ഞപ്പോൾ അവർ നിരസിക്കുകയാണ് ചെയ്തത്. പ്രധാനമന്ത്രി ആവാമായിരുന്നു അവർക്ക് വേണമെങ്കിൽ അവരത് നിരസിക്കുകയായിരുന്നു. പ്രധാനമന്ത്രി ഇപ്പോൾ ഈ വീർ സിംഗുമായിട്ട് നടന്ന ഒരു ഇൻ്റർവ്യൂവിൽ അവർ പറയുന്നുണ്ട്, ഈ രാഷ്ട്രീയത്തിൽ വരുന്നത് പ്രധാനമന്ത്രി ആവാനാണ് എന്ന് ഇന്ത്യയിൽ പലരും ധരിക്കുന്നുണ്ടാവും. ഞാൻ വിചാരിക്കുന്ന ഒരാളല്ല. എനിക്ക് പ്രധാനമന്ത്രി ആവുക എന്നുള്ളതിൻ്റെ ലക്ഷ്യമേ അല്ല. ഞാൻ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നത് മറ്റൊരു പല കാര്യങ്ങൾക്കും വേണ്ടിയാണ്. ഇപ്പോൾ UP 1-2 സർക്കാരുകളുടെ കാലത്ത് ദേശീയ ഉപദേശക സമിതി അധ്യക്ഷ എന്ന നിലയിൽ അവർ രാജ്യത്തിന് ചെയ്ത സേവനം ചെറുതല്ല. നമ്മൾ ഇന്ന് പലരും കൊട്ടിഘോഷിക്കപ്പെടുന്ന ഈ തൊഴിലുറപ്പ് പദ്ധതി മുതൽ റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് മുതൽ ഭക്ഷ്യസുരക്ഷാ ബിൽ മുതൽ ഇതുപോലുള്ള കാര്യങ്ങൾ സർക്കാരിന് സജസ്റ്റ് ചെയ്യുകയും അതിലേക്ക് വേണ്ട കൺസൾട്ടേഷൻ നടത്തുകയും അതിനുവേണ്ടി ഒരു എക്സ്പെർട്ടൈസിനെ സംഘടിപ്പിക്കുകയും ചെയ്ത് സോണിയാഗാന്ധി ഒറ്റയ്ക്കാണ്. അവരാണ് ഇവരെയൊക്കെ കേട്ടത്. അപ്പോൾ അത്രയും ഇന്ത്യക്ക് അത്രമാത്രം സംഭാവന നൽകിയ ഒരു സ്ത്രീയാണ്. പ്രധാനമന്ത്രി. അതുമാത്രമല്ല ഈ ഒരു കാലം സോണിയാഗാന്ധി ഇന്ത്യയിൽ ഉണ്ടായിരുന്ന ഒരു കാലഘട്ടത്തെ രാഷ്ട്രീയ ചരിത്രം അവരുടെ ഒരു പെർസ്പെക്റ്റീവിൽ നമ്മൾ അറിയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം കൂടിയാണ്. അവർക്ക് കുറേ അധികം കാര്യങ്ങൾ നമ്മോട് പറയാനുണ്ടാവും. തീർച്ചയായും ഇപ്പോൾ ഹാർപ്പർ കോളിൻസ് ആ പുസ്തകം ഇറക്കാൻ പോകുകയാണെന്ന് കേൾക്കുന്നു. അതും ചിലപ്പോൾ ഭരണകൂടം സമ്മതിക്കുമെന്നറിയില്ല. അവരും സെൻസർഷിപ്പിൻ്റെ പ്രശ്നമായിട്ട് വരും. എത്രത്തോളം അവർ വഴങ്ങുമോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. എന്നാൽ ആ പുസ്തകം ഞാൻ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്.